നമുക്ക് ബൈബിൾ തുറക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യമാണ് ഇന്നത്തെ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ അവയെയും എന്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും. അത് അനുഗ്രഹകരമായ മഴ ആയിരിക്കും. നല്ല വചനത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വചനത്തിൻ്റെ സ്തോത്രം മാർമിക സത്യങ്ങൾ അല്ലെങ്കിൽ ആത്മീക ദൂതുകൾ അല്പസമയം കൊണ്ട് നിങ്ങളോട് വിവരിച്ച് നമ്മൾ ഒന്നിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ്. ഇത് ദൈവം യെഹെസ്കേൽ പ്രവാചകനിലൂടെ ബാബേൽ പ്രവാസത്തിലിരിക്കുന്ന ജനത്തോട് അവരുടെ പ്രതിസന്ധിക്ക് നടുവിൽ പറയുന്ന ഒരു ദൂതാണ് ഈ വചനത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം. അതിനകത്ത് 3 കാര്യങ്ങൾ പ്രവാചകൻ പറയുകയാണ്. ഒന്ന്, തകർന്ന് ഉടഞ്ഞ് ഇല്ലായ്മപ്പെട്ടു പോയ നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി വെക്കും. 2, അനുഗ്രഹമാക്കി വെക്കുന്ന നിന്റെ മേൽ ഞാനൊരു മഴ പെയ്യിക്കും. ആ മഴയുടെ പേര് അനുഗ്രഹകരമായ മഴ എന്നായിരിക്കും. ഇതാണ് ആ പ്രവചനത്തിൻ്റെ പിമ്പിലെ ആത്മിക സന്ദേശം. ദൈവത്തിന് സ്തോത്രം. ആ വചനത്തെ അല്പസമയം നമ്മൾ ഒന്ന് ധ്യാനിക്കാനായിട്ട് പോകുകയാണ്. നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം ജനം ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച സമയത്ത് ശത്രുക്കൾ ഈ ദൈവത്തിൻ്റെ ജനത്തെ ബന്ധിക്കുവാനായി വന്നു. കർത്താവിന് സ്തോത്രം. ബാബേൽ രാജാവായ നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ ബന്ധിക്കാനായിട്ട് ശത്രു വന്നു. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ദൈവജനത്തെ ബന്ധിക്കാൻ ശത്രു വരുമ്പോൾ ദൈവം കണ്ണടച്ചിരിക്കുവോ? പക്ഷേ ദൈവജനത്തിൻ്റെ കുറവ്, ദൈവജനത്തിൻ്റെ കുറ്റം, ദൈവജനത്തിൻ്റെ തെറ്റ് കണ്ട് ദൈവം അവിടെ മൗനം പാലിച്ചു. മൗനം പാലിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ജനം ബന്ധിക്കപ്പെട്ടു. കർത്താവിന് സ്തോത്രം. ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തോട് പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ ഇനിയും ഇങ്ങനെ കിടക്കത്തില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇനിയും നിങ്ങൾ ഇങ്ങനെ കിടക്കത്തില്ല. എന്നെങ്കിൽ ആ വാക്ക് നമുക്ക് അടുത്തിരിക്കുന്ന ഒന്ന് കൈ കൊടുത്തേച്ച് പറയാം. ഇനിയും നമ്മൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞ്, ഇനിയും നമ്മൾ ഇങ്ങനെ കിടക്കത്തില്ല. ഇന്ന് ചിരിച്ചോണ്ട് വരണം. ഇനിയും നമ്മൾ ഇങ്ങനെ, അതായത് ഇപ്പോൾ നീ ആയിരിക്കുന്ന ഈ അവസ്ഥ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകത്തില്ല. ഓ ഹല്ലേലൂയ. നിങ്ങൾ ഈ ബൈബിളിൻ്റെ ഒരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് പറയാം. കർത്താവിന് സ്തോത്രം. ഈ സാഹചര്യമൊക്കെ അവിടെ കിടക്കട്ടെ. ഈ സാഹചര്യം ഒന്നും ഇപ്പോൾ വിവരിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. സാഹചര്യം വിവരിക്കണമെങ്കിൽ ആ അധ്യായത്തിൽ തന്നെ 5 കാര്യങ്ങൾ വിവരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ മടക്കി കൊണ്ടുപോകുമെന്നും ഞാൻ നിങ്ങൾക്കൊരു ഇടയൻ ഉണ്ടായിരിക്കുമെന്നും നിങ്ങളെ അവിടെ കൊണ്ടുപോയി വീണ്ടും ഞാൻ നിങ്ങളുടെ ദേശത്തെ പണിയുമെന്നും ഒക്കെ പറയുന്ന ദൂതുകൾ ആ അധ്യായത്തിലുണ്ട്. നിങ്ങൾ മനസ്സിരുത്തി വായിച്ച് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ നിങ്ങൾ ബൈബിൾ പഠിക്കുമ്പം ബാബേൽ പ്രവാസത്തിൻ്റെ കാലം മുതലല്ല, മനുഷ്യചരിത്രത്തിൻ്റെ തുടക്കം മുതൽ ഈ വരെ എക്കാലവും മനുഷ്യനെ ബന്ധിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന മാനുഷിക ശക്തികളും പൈശാചിക ശക്തികളും ഉണ്ട്. സഹോദരം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. മനുഷ്യനെ ബന്ധിക്കാൻ ശ്രമിക്കുന്ന, തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളും മനുഷ്യ ശക്തികളും എക്കാലവും നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാവരും ഒരേ അളവിലല്ല ബന്ധിക്കപ്പെടുന്നത്. ചിലരുടെ ഭാവിയാണ് ബന്ധിക്കപ്പെടുന്നത്. എന്നാൽ ചിലരുടെ ഭാവിക്കൊരു പ്രശ്നവുമില്ല, അവരുടെ ആരോഗ്യം ബന്ധിക്കപ്പെടുക. ചിലരുടെ ആരോഗ്യം മാത്രമേ ബന്ധിക്കപ്പെട്ടിട്ടുള്ളൂ, എന്നാൽ ചിലരുടെ ബുദ്ധി ബന്ധിക്കപ്പെടും. വേറെ ചിലരുടെ കഴിവ് ബന്ധിക്കപ്പെടും. വേറെ ചിലരുടെ വിദ്യാഭ്യാസം ബന്ധിക്കപ്പെടും. വേറെ ചിലർക്ക് വേറെ ഒരു കുഴപ്പമില്ല, കുടുംബജീവിതം ബന്ധിക്കപ്പെട്ടു പോയി. വേറെ ചിലരുടെ സാമ്പത്തിക ലെവല് ബന്ധിക്കപ്പെട്ടു പോയി. വേറെ ചിലരുടെ ആത്മീക ജീവിതം ബന്ധിക്കപ്പെട്ടു പോയി. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഏതു സമയത്ത് വേണമെങ്കിലും ഒരു മനുഷ്യന് ബന്ധിക്കപ്പെടാം.
പക്ഷെ ബന്ധിക്കപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, ബന്ധിക്കപ്പെട്ടവൻ ആ ലെവലിൽ തന്നെ എന്നും കിടക്കുമെന്ന് ചിന്തിക്കരുത്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു ദൂത് ഞാൻ പറയാം, ഏതു ബന്ധനങ്ങളെയും അഴിച്ചു കൊണ്ടുവരുന്നൊരു ദൈവമുണ്ട്. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ദാവീദ് തന്റെ സങ്കീർത്തനം ചമയ്ക്കുവാൻ ദാവീദ് എഴുതി, അവൻ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കയാൽ ഞാൻ അവന് സ്തോത്രം ചെയ്യും. 118 സങ്കീർത്തനം എഴുതി, അവർ തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. ആമി, അനേക ജാതികൾ എന്നെ വളഞ്ഞു, പക്ഷേ ആമി ഞാൻ യഹോവയുടെ നാമത്തിൽ അവരെ ഛേദിച്ചു കളഞ്ഞു. തേനീച്ച പോലെ വളഞ്ഞവർ മുൾത്തി പോലെ കെട്ടുപോയി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, ബുദ്ധി ബന്ധിക്കപ്പെട്ടവർ, കഴിവ് ബന്ധിക്കപ്പെട്ടവർ, വിദ്യാഭ്യാസം ബന്ധിക്കപ്പെട്ടവർ, കുടുംബജീവിതം ബന്ധിക്കപ്പെട്ടവർ, സമ്പത്ത് ബന്ധിക്കപ്പെട്ടവർ, അമ്മി ഭാവി ബന്ധിക്കപ്പെട്ടവർ, ആ ബന്ധനത്തിൽ ഒതുങ്ങരുത്. അമ്മി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ വിടുവിച്ചെടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലരോട് ഈ വർഷം നിന്നുകൊണ്ട് ദൂത് പറയുക, അടുത്ത വർഷം ചെയ്യാനിരിക്കുന്ന കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നീ കടന്നു പോകുന്ന അന്തരീക്ഷം ദൈവം മാറ്റിത്തരും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, എന്നും നീ ബന്ധിക്കപ്പെട്ട് കിടക്കുകയല്ല, നീ ഉടഞ്ഞ നിന്നെ ഞാൻ പണിയാൻ പോകുകയാ, തകർന്ന നിന്നെ ഞാൻ ഉദ്ധരിക്കാൻ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഇത് പ്രവചിക്കുന്ന സാഹചര്യം കേൾക്കണം. സ്തോത്രം. പ്രവചിക്കുന്ന സാഹചര്യം ബൈബിളിലുണ്ട്. അത് വായിക്കാനുള്ള സമയം ഞാൻ എടുക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാലും ചില വാക്കുകൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. അവരുടെ രാജ്യം നശിച്ചു, അവരുടെ ആലയം നശിച്ചു, അവരുടെ ദൈവത്തിന് സ്തോത്രം ഭാവി നശിച്ചു. ആരാധിക്കുന്നവർ ഇപ്പൊ കിന്നരങ്ങൾ അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടേക്കുക. ഒരു പ്രത്യാശയ്ക്കും വകയില്ല. 137 സങ്കീർത്തനം പഠിക്കുമ്പം ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ ബന്ധിച്ചോണ്ട് വന്നവര് പറഞ്ഞു, സിയോൻ ഗീതങ്ങളിൽ ഒന്ന് നിങ്ങളൊന്ന് പാടാവോ? ഉടനെ അവര് പറയുക, സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ആ സങ്കീർത്തനം നമുക്കൊന്ന് എടുക്കണം. 137 സങ്കീർത്തനത്തിൽ നിന്ന് 1-2 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കണം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിന് നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആരാധിക്കേണ്ട കിന്നരങ്ങൾ ഇപ്പൊ അലരി വൃക്ഷത്തെ തൂക്കിയിട്ടേക്കുക. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ, ഞങ്ങളെ ബന്ധിച്ചോണ്ട് വന്നവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ഒരു സിയോൻ ഗീതം പാടാവേ. ഗീതങ്ങളെ ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് ചോദിക്കുന്നു, യഹോവയുടെ ഗീതം ഞങ്ങൾ ഈ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ എങ്ങനെ പാടും? യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ, യെരൂശലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. ദൈവത്തിന് സ്തോത്രം. നിന്റെ ലൈഫിൽ എന്നും ഇങ്ങനെ കുരുങ്ങി കിടക്കത്തില്ലെന്നാ ദൂത്. പ്രവാചകം പ്രവചിക്കാൻ, ഞങ്ങൾ ഇവിടുന്ന് ദൈവം നിങ്ങളെ ഇവിടുന്ന് ഉദ്ധരിക്കും, എന്നിട്ട് നിങ്ങളെ തിരിച്ച് യെരൂശലേമിൽ കൊണ്ടുപോകും, യെരൂശലേം പണിയും, നിങ്ങളെ ആ ദേശത്ത് ഞാൻ ഒരു അനുഗ്രഹമാക്കി വെക്കും. ഈ വർഷം നടക്കാൻ പോകുന്ന ഒരു കാര്യം, നീ അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നിന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കും ദൈവം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, നിന്റെ ദേശത്ത് ദൈവം ഒരു അനുഗ്രഹം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 1 മാസം മുമ്പ് ഇവിടെ മീഡിയയില് വർക്ക് ചെയ്യുന്ന ഒരു ബ്രദറുണ്ട്, രാജേഷ് എന്നാ പുള്ളിയുടെ പേര്. പുള്ളി ഈ ജനുവരി തൊട്ടേ തുടങ്ങും, അടുത്ത വർഷത്തെ വാക്യം താ. സ്തോത്രം. ഓരോ 3 മാസം കൂടുമ്പോൾ എന്നെ വിളിക്കും, പുതിയ വർഷത്തിലെ വാക്യം കിട്ടിയില്ല, അതെന്നാ കാര്യം? എന്നിട്ട് ആ വാക്യം വേണം കലണ്ടറിൽ അടിക്കാൻ. സ്തോത്രം. 10-ാം മാസം ഞാനൊരു ദിവസം ഈ പുതുവർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇനി 2 മാസം കൂടി പുതുവർഷത്തിന് ഇരിക്കുക. 15 ദിവസം പ്രാർത്ഥിച്ചു പുതിയ വർഷം എന്താണെന്ന് വെളിപ്പെടുത്തി കിട്ടാൻ. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ജനത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തെ ഒരു അനുഗ്രഹം
അനുഗ്രഹമാക്കി വെക്കാൻ പോവുക. ഇന്നും എൻ്റെ കാതുകളിൽ ആ ശബ്ദമുണ്ട്. ആരോടാ പ്രവചിക്കുന്ന? ബന്ധിക്കപ്പെട്ടവനോട്. ആരോടാ പ്രവചിക്കുന്ന? തകർന്നവനോട്. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. ആർക്കുമില്ലാത്ത ഈ വിപത്ത് എനിക്കെന്താന്ന് ചോദിക്കുന്ന നിന്നോടാ ദൈവത്തിന്റെ ദൂത്. നിന്നെ പണിയാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഓ ഹല്ലേലൂയ. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ പറയാം, നീ ജനിച്ചിട്ട് ഇതുവരെ നടക്കാത്ത ചില ദൈവ പദ്ധതി നിന്നെ കുറിച്ച് ദൈവത്തിനുണ്ട്. ആ പല പദ്ധതികളും ഫുൾഫിൽ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2026. ഓ, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിച്ചു പറയുക, നീ തകർന്നതാ, ഞാൻ സമ്മതിക്കുന്നു. നീ ബന്ധിക്കപ്പെട്ടതാ. നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതിനുള്ള ദൈവത്തിന്റെ മനോഭാവം കൂടെയാണെന്ന് പറയാം. അവൻ എന്നും ബന്ധിക്കപ്പെട്ട് കിടക്കുകയല്ല. ബാബേൽ രാജാവ് ബന്ധിച്ചോണ്ട് പോയപ്പോ തന്നെ അവനെ എന്ന് പുറത്തിറക്കണം എന്നുള്ള ഡേറ്റ് ദൈവം കുറിച്ചു വെച്ചു. ഒരാമീൻ പറയണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്നെ കുറിച്ച് ദൈവം കുറിച്ചു വെച്ച ഡേറ്റാ ഇന്ന് പ്രവചിക്കുന്നത്. ഓ ഹല്ലേലൂയ. നീ പ്രതീക്ഷിച്ചിരുന്നത് എന്തൊക്കെയോ വരാൻ പോകുന്നു. നീ ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെയോ നടക്കാൻ പോകുന്നു. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എന്തോ നിറവേറാൻ പോകുന്നു. നിങ്ങൾക്ക് ആ ഒരു വിഷൻ കാണാൻ പറ്റുമോ? ജീസസ്, ജീസസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര വലിയ ബന്ധനത്തിലാകട്ടെ, ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ കണ്ട 1-2 ഭാഗങ്ങൾ നിങ്ങളോട് പറയാം. ഒരിക്കല് സ്തോത്രം, ഒരു ഫാമിലി ഞാൻ പരിചയപ്പെട്ടപ്പം ആ ഫാമിലിയിലെ മകനെ മീറ്റിങ്ങിന് കൊണ്ടുവന്നിരിക്കുക. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, താഴെ കാറേൽ അവനുണ്ട്. അവന് നടന്നു കയറാൻ പറ്റത്തില്ല. അവൻ സ്പോർട്സിൽ ഓട്ടക്കാരനാ. വീണ് ഓടി അവൻ്റെ മുട്ടിൻ്റെ ചിരട്ട പൊട്ടിപ്പോയി. സ്തോത്രം. അതുകൊണ്ട് അവന് ഓടാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. സ്തോത്രം. താഴെ കാറേ ഇരിക്കുക. ഞാൻ കാറെ ചെന്നിവന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു അംബാസഡർ കാറ് ഈ മോനെ കൊണ്ടിരുത്തിയിരിക്കുക ബോംബെയില്. ഞാൻ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ അമ്മ എന്നോട് പറയുക, പാസ്റ്ററെ, ഡോക്ടർ പറഞ്ഞേക്കുന്ന ഇവന് ഓടത്തില്ലെന്നാ. പക്ഷെ പാസ്റ്റർ, ഞാൻ സ്വപ്നം കണ്ടു ഇവന് വീണ്ടും ഓട്ടത്തിൽ ട്രോഫി കിട്ടിയെന്നു. കണ്ടോ? ഞാൻ പറയുന്നത്, നീ ബന്ധിക്കപ്പെട്ടതല്ല വിഷയം, ബന്ധിക്കപ്പെട്ട വിഷയത്തിൽ ലഭിക്കുന്ന വിഷനാ വിഷയം. ഒരാമീൻ പറഞ്ഞാട്ടെ. എന്നോട് ദൈവം പറയുന്നു, ശത്രു വൃത്തം വരച്ച പല വീടിനകത്തും ഇരിക്കുന്ന നിനക്ക് വിഷൻ തരാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പ്രതീക്ഷിച്ചു കഴിഞ്ഞവ ഈ വർഷം നടക്കുമെന്ന്. പക്ഷെ ദൈവം പറഞ്ഞ അല്ല, അടുത്ത വർഷം അത് നടത്തിയിരിക്കും. സ്തോത്രം. നോക്കിയേ, ഞാൻ ഇവനെ ഒന്ന് നോക്കും. ഇവന്റെ കാല് ഇത്രയും വീർത്തിരിക്കുക. സ്തോത്രം. ഞാൻ അന്ന് അവനെ കണ്ടേ പിന്നെ ഇതുപോലൊരു 19 വയസ്സുള്ള മോനെ ഞാൻ കഴിഞ്ഞ ദിവസം തിരുവല്ല ചർച്ചിൽ കൊണ്ടുവന്ന് കണ്ടു. അവന് ക്യാൻസർ വന്നിട്ട് അവൻ്റെ കാലും ഇതുപോലെ മുട്ടൊക്കെ 2 മുട്ടിന് അത്രയും വലിപ്പമുണ്ട്. കർത്താവിന് സ്തോത്രം. ഇന്നും ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തിരുവല്ല ചർച്ചിൽ കണ്ട ആ പൈതലിന് വേണ്ടി എപ്പം പ്രാർത്ഥിക്കാണ്ടിരുന്നാലും അവൻ്റെ മോഹം എൻ്റെ മുമ്പിൽ വരും. കാരണം 19 വയസ്സേ ഉള്ളൂ. ക്യാൻസർ വന്ന് മുട്ട ഓപ്പറേഷൻ ചെയ്ത് സ്തോത്രം വീർത്തിരിക്കുക. ചുരുക്കി ഞാൻ പറയാം, ഞാൻ ബോംബെ നീങ്ങി പോന്നു. ഏകദേശം ഒരു 4.5 വർഷം കഴിഞ്ഞ് വീണ്ടും ബോംബെയിൽ മാട്ടുങ്കൽ ഞാൻ മീറ്റിങ്ങിന് പോയി. അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ജീസസ്, ഹല്ലേലൂയ, യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, പരിചയമുള്ളൊരു വീട്ടിലാ ഫുഡ്. സ്തോത്രം. നോക്കിയപ്പോൾ, പാസ്റ്ററെ, എന്നെ അറിയാവോ? ഞാൻ പറഞ്ഞില്ല. 4 വർഷം മുമ്പ് കാറ ഇരുത്തി പ്രാർത്ഥിച്ചൊരു ചെറുക്കനെ അറിയോ? ഞാൻ പറഞ്ഞു, അറിയാം. അവനാ ഞാൻ. അവൻ എന്നെ കാറ ഇരുത്തി അവിടെ കൊണ്ടുപോയച്ചേ അവൾ വീട്ടിലോട്ട് ചെന്നപ്പോൾ ഒരു ട്രോഫി എടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ ചോദിച്ചു, എന്നാ മോനെ? ഈ വർഷം എനിക്ക് ഓട്ടത്തിൽ കിട്ടിയ ട്രോഫിയാ. സാഹചര്യമല്ല ജയിച്ചത്, അവന്റെ അമ്മയുടെ വിഷനാ. ഞാനിത് നിന്നെ പറഞ്ഞു ധൈര്യപ്പെടുത്തുക. ജീസസ്, നിന്നെ ബന്ധിച്ചത് മനുഷ്യനാകാം,
നിന്നെ ബന്ധിച്ചത് പിശാചാകാം. ബൈബിളിലെ ഒരു ചോദ്യം ചോദിച്ചേ. യേശു ഒരിക്കൽ ചോദിക്കുക, സാത്താൻ 18 വർഷം ബന്ധിച്ച അബ്രഹാമിന്റെ മകളായ ഇവിടെ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് പറഞ്ഞ ഇവൾ ഇങ്ങനെ കിടന്നാ മതിയോ? പുതിയ പൗലോസ് കാരാഗൃഹത്തിനകത്ത് കൈയടിച്ച് ആരാധിക്കുക. ആ അധ്യായത്തിനൊരു വാക്യമുണ്ട്, അവന്റെ ചങ്ങല അഴിഞ്ഞു വീണു. ഒരു ദൂത് ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി പറയാം. നീ കിടക്കുന്ന അവസ്ഥ ബന്ധനമുള്ളതാണെങ്കിൽ നിന്നെ പണിയാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ഉടഞ്ഞതാണെങ്കിൽ നിന്നെ പണിയാൻ. ഞാൻ ഈ വർഷത്തിന്റെ ഒരു ദൂത് പറയാം. ചില ഉടച്ചില് ഈ ഇരമ്യ പ്രവചനം 18-ാം അധ്യായത്തിനൊരു വാക്യമുണ്ട്. വായിക്കണ്ട, എന്നെ അങ്ങ് നോക്കിയിരുന്നാൽ മതി. കാര്യം വാക്യം വായിക്കാൻ പോയാൽ ഇന്ന് എങ്ങും ഈ ദൂത് എത്തത്തില്ല. സ്വതന്ത്രം. ഇരമ്യ പ്രവാചകന് ദൈവം പറഞ്ഞു, നീ ഒരു കുശവന്റെ വീട്ടിൽ ചെല്ലണം. കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പം കുശവൻ ഒരു ചക്രത്തിന്മേൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പണി നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് ശ്രദ്ധിച്ച് കേൾക്കണം. സ്വതന്ത്രം. എന്തു പാത്രം കുശവൻ പണിയുന്നോ, ഒരു പിടി കളിമണ്ണ് എടുക്കുമ്പോൾ പണിയേണ്ട രൂപം കുശവന്റെ ഹൃദയത്തിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാൻ പറയാം. ദൈവം പൂഴിയെടുത്ത് അല്ലെങ്കിൽ പൊടിയെടുത്ത് ആദമിനെ ഉണ്ടാക്കുമ്പോൾ പൊടി കയ്യിലിരിക്കുമ്പോൾ തന്നെ ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ അകത്ത് ആദാമുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം. ഉണ്ടെങ്കിൽ മാത്രമേ. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കൺവെൻഷൻ പ്രസംഗിച്ച് കേട്ട കഥയാ. ഞാൻ ഒരിക്കലും ഇവിടെ പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കലും ഒരു ഗ്രാമക്കാരെല്ലാം കൂടെ ഒരു പള്ളി വെച്ചു. മലയുടെ മുകളിൽ വലിയ പള്ളി. കഥയാ കേട്ടോ, കഥയ്ക്കകത്ത് വലിയ ആശയമുള്ള കഥയാ. വലിയ പള്ളി വെച്ചു, നല്ല വെള്ള പെയിന്റൊക്കെ അടിച്ചു. അപ്പൊ ഗ്രാമത്തിൽ നിന്ന് നോക്കുമ്പോൾ പള്ളി കാണണം. പക്ഷെ പണി കഴിഞ്ഞപ്പോഴാ മനസ്സിലായ പള്ളിയുടെ സൈഡില് ഒരു വലിയ പാറ നിപ്പുണ്ട്. ആ പാറ കൊണ്ട് ഗ്രാമക്കാർക്ക് പള്ളി ചൊവ്വ കാണാൻ പറ്റത്തില്ല. ഗ്രാമക്കാരെല്ലാം വലിയ ദുഃഖത്തിലായി. അവർ ഈ പാറ പൊട്ടിക്കാൻ തീരുമാനിച്ചു. പാറ പൊട്ടിക്കാൻ വിദഗ്ധന്മാരെ വിളിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് പൊട്ടിച്ചാൽ പള്ളിക്ക് കേടുവരും. ഇപ്പം നമുക്ക് അല്ലാതെ പൊട്ടിക്കാനുള്ള സാമഗ്രികളൊക്കെ ഉണ്ട്. അവർ വലിയ ദുഃഖത്തിലായി. ഒരു ദിവസം ആ വഴി ഒരു ശില്പി വന്നു. ശില്പി ചോദിച്ചു, എന്തുവാ നിങ്ങളുടെ വിഷമം? അവർ പറഞ്ഞു, ഈ പാറ മാറണം. പുള്ളി പറഞ്ഞു, പേടിക്കണ്ട, പാറ ഞാൻ മാറ്റിത്തരാം. അയ്യോ, എങ്ങനെ? നിങ്ങൾ ആരും അങ്ങോട്ട് വരരുത്, പാറ മാറ്റാൻ പോവാ. പുള്ളി വലിയ പ്ലാസ്റ്റിക് കൊണ്ട് വലിയ ടെന്റ് ഉണ്ടാക്കി. എന്നിട്ട് അകത്ത് കയറി കല്ലുളി കൊണ്ടും ചുറ്റിക കൊണ്ടും പണി തുടങ്ങി. തട്ടും മുട്ടും ഒക്കെ കേൾക്കാം ആൾക്കാർക്ക്. ഒരു ദിവസം രാവിലെ ഗ്രാമത്തിലുള്ള എല്ലാവരും വിളിച്ചു പറഞ്ഞു, എല്ലാവരും വന്നാട്ട്. പാറ മാറി. ടെന്റ് പൊളിച്ചു മാറ്റി അവർ കാണുകയാണ് പള്ളിയുടെ മുമ്പിൽ ഒരു മാലാഖ വീണ വായിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പൊ ആൾക്കാരിൽ ആശ്ചര്യപ്പെട്ട് ചോദിച്ചു, ശില്പിയെ, ഈ പാറയ്ക്കകത്തുനിന്ന് ഈ മാലാഖ എങ്ങനെ ഉണ്ടായി? ശില്പി പറഞ്ഞു, നിങ്ങൾ പാറയെ കണ്ടു, ഞാൻ പാറയ്ക്കകത്തൊരു മാലാഖയെ കണ്ടു. ഞാൻ ചെയ്ത് കേൾക്കണം. എൻ്റെ അകത്ത് വെളിപ്പെട്ട മാലാഖ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ തടസ്സമായതിനെ എല്ലാം ഞാൻ കല്ലുളി കൊണ്ട് കൊത്തിക്കളഞ്ഞു. ഒരു ദൂത് നിന്നോട് പറയാം. നിന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിന്റെ ഭാവിയുടെ ഡിസൈൻ തിരിച്ചറിവുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. പൊടിയെടുക്കുമ്പോൾ ദൈവം പൊടിയെടുത്ത്, ഈ നമ്മൾ പൊടിയെടുക്കുന്നതല്ല ദൈവം പൊടിയെടുക്കുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നവരാ, അല്ലയോ? സഹോദരന്മാരും വേണ്ടുന്നില്ലല്ലോ. നിങ്ങളാരും ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലയോ? ഇല്ലയോ? ഇപ്പൊ എങ്ങനാ പറയുന്നതെന്ന് വിചാരിച്ചാ കൈ പൊക്കാത്തെ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലയോ? ചപ്പാത്തി ഉണ്ടാകാൻ ഗോതമ്പ് പൊടി എടുത്ത് എന്തോ ചെയ്യണം? വെള്ളം ഒഴിച്ച്, വെള്ളം ഒഴിക്കാതെ ഗോതമ്പ് പൊടി കുഴച്ചാൽ ചപ്പാത്തി ഉണ്ടാവോ? കുഴയ്ക്കുന്ന നീ കുഴി. പക്ഷെ ദൈവം പൊടിയെടുത്ത് കുഴച്ചാൽ, ലോഡ് ആ പൊടിയെടുത്ത് കുഴയ്ക്കുന്നത് എവിടെ എഴുതിയിരിക്കുക? എന്തുവാകുമെന്നറിയോ? ജീസസ്. അവന്റെ അകത്ത് വെളിപ്പെട്ട രൂപം വെളിവരിക. ഇവിടത്തേക്ക് ഒരു കുശവൻ ഒരു പാത്രം പണിയുക. പണിതുകൊണ്ടിരിക്കുമ്പം ആ പാത്രം പൊട്ടിപ്പോയി.
ആ പാത്രം പൊട്ടിപ്പോയി. ബാക്കി എഴുതി കുശവന് തനിക്ക് ബോധിച്ച മറ്റൊരു പാത്രമാക്കി മാറ്റി. ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എടാ കളിമണ്ണ് ഇഷ്ടം പോലെ കിടക്കുക. എന്തുവാ കളിമണ്ണ് ഇഷ്ടം പോലെ കിടക്കുക. ഈ പൊട്ടിയ പാത്രം എടുത്ത് ദൂരെ ഇട്ടാച്ചേ വേറൊരു പുതിയ പാത്രം, അത് ദൈവത്തിന്റെ സിസ്റ്റത്തിലില്ല. തമ്പുരാൻ ഇഷ്ടം പൊട്ടിയതിനെ പണിയുന്നതാ. ഒരാമയും വരുന്നില്ല. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കാം, നീ പൊട്ടിയപ്പോൾ ചിലര് ചിരിച്ചു, നീ ഉടഞ്ഞപ്പോൾ ചിലര് ചിരിച്ചു, എന്നാൽ അവര് നോക്കി നിൽക്കെ തന്നെ നിന്റെ ഉടച്ചിലിനെ കൃപ 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 കൃപ. ഓ, മനസ്സിലായവര് സ്തോത്രം ചെയ്യ. യേശുവിന്റെ നാമത്തില് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നീ തീരുമെന്ന് പറഞ്ഞവർ തലകുനിക്കും, അവൻ നിന്നെ പണിയോ. ഓ, യേശുവിന്റെ നാമത്തില് ഞാൻ അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ദൈവം പണി തുടങ്ങുവാന്ന് പറ. എനിക്ക് അങ്ങനെയൊക്കെ പറയാനാ നിയോഗം. ദൈവം എന്ത് ചെയ്യാൻ പോവാ, എന്ത് ചെയ്യാൻ പോവാ? ഈ ബൈബിളിലെ വാക്യം കേട്ടോ, യേശു ഒരിക്കൽ വെല്ലുവിളിക്കുക, ഈ മന്ദിരം പൊളിക്കാമെങ്കിൽ പൊളിക്കണ, പണിയാൻ എനിക്ക് 3 ദിവസം മതി. ഒരാമയും വരുന്നില്ല. പൊളിക്കുന്ന ശക്തി ഇവിടെ ഉണ്ട്, പണിയുന്ന ശക്തിയും ഇവിടെ ഉണ്ട്. ഓ, എത്ര പേര് ആമീൻ പറയും? ലൈഫ് പൊളിഞ്ഞവർ, ജീവിതം പൊളിഞ്ഞവർ, എല്ലാം നഷ്ടപ്പെട്ടവർ. സ്തോത്രം. ഒരിക്കലൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. അവൻ എൻ്റെ അടുക്ക് യോഗം കഴിഞ്ഞു വന്നു. അവൻ്റെ വലത്തെ കയ്യ 2 കറുത്തിയാറുണ്ട്, ഇടത്തെ കയ്യ 2 കറുത്തിയാറുണ്ട്. സ്തോത്രം. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചടാ മോനെ, നീ എന്തുവാടാ ഈ കയ്യിലുള്ള ചരടെല്ലാം കൂടെ കെട്ടിയേക്കുന്നേ? അവൻ പറഞ്ഞു, ഒന്ന് എനിക്ക് ഇടയ്ക്ക് BP കൂടും, അതിനെ ഒരാൾ കെട്ടാൻ തന്ന കയറാ. മറ്റേ കയറെന്തുവാടാ? അതെൻ്റെ രക്ഷയ്ക്ക് കെട്ടാൻ തന്ന കയറാ. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ ഇത് കെട്ടിയിട്ട് BP പോയോ? ഇല്ല. ഇത് കെട്ടിയിട്ട് രക്ഷ കിട്ടിയോ? ഇല്ല. BPയും പോയില്ല, രക്ഷയും കിട്ടിയില്ല. കർത്താവിന് സ്തോത്രം. ആമീ, ഈ ഒരു സാഹചര്യത്തിലൂടെ ഇരിക്കുമ്പം കർത്താവിന് സ്തോത്രം ശ്രദ്ധിച്ച് കേൾക്കണം. അല്ലെ, അവൻ എന്നോട് ചോദിച്ചൊരു ചോദ്യം, പാസ്റ്ററെ ഞാൻ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? ഞാന് എന്തുവാ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? എന്നിട്ട് അവൻ എന്നോട് പറയുക, പാസ്റ്ററെ 10ാം ക്ലാസ്സിൽ തോറ്റവനാ ഞാൻ. സ്തോത്രം. എൻ്റെ അപ്പൻ ആത്മഹത്യ ചെയ്താ, എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്താ, ഞാൻ രക്ഷപ്പെടുവോ? ഞാൻ പറഞ്ഞു, കേട്ടിട്ട് രക്ഷപ്പെടുന്ന ഒരു ലക്ഷണവും ഇല്ല. കേട്ടിട്ട് രക്ഷപ്പെടുന്ന ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, മനുഷ്യന്റെ അറിവും ദൈവം തരുന്ന അറിവും 2. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു, ഇവനെ ഞാൻ പണിയും. ഓ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ അവനോട് പറഞ്ഞടാ, നിന്നെ ദൈവം പണിയും. അപ്പൊ അവൻ ചോദിക്കുക, ഇത്രയും ഉടഞ്ഞ എന്നെയോ? അതെ, ഇത്രയും ഉടഞ്ഞ നിന്നെ. എത്ര പേര് അതിന് ആമീൻ പറയും? ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് വലിയ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കാൻ പോവാ. എത്ര പേര് അതിന് ആമീൻ പറയും? പക്ഷെ ഞാൻ അവന്റെ കൺമുമ്പിൽ ഒരു 3 വർഷം കഴിഞ്ഞ് ഞാൻ അവനെ ഒരു ദിവസം കണ്ടു. അവന് നല്ല മിടുക്കനായിട്ട് ഒരു റെഡ് ഷർട്ടും ഒക്കെ ഇട്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നോട് ചോദിച്ചു, അറിയാമോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ലല്ലോ. 2 ചരട് കെട്ടിയവൻ. ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. സ്തോത്രം. ഞാൻ ചോദിച്ചു, ഇപ്പൊ ചരട് എന്തിയെ? അതെല്ലാം അഴിച്ചു കളഞ്ഞു. ഇപ്പൊ എന്തോ ചെയ്യുക? പുള്ളി പറഞ്ഞു, 4 ബിസിനസ് ഉണ്ട്. എന്തുവാ? 4 ബിസിനസ് ഉണ്ട്. ഒരാമയും പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്കൊരു ചെക്ക് എഴുതി തന്നെ വെച്ച് പറഞ്ഞു, ഇത് ഈ മാസത്തെ ദശാംശമാ. നിങ്ങളാരും മിണ്ടുന്നില്ല. ഞാൻ ചെക്കനെ നോക്കി, ഇവനെ നോക്കി. ഞാൻ അവനോട് രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു രക്ഷപ്പെടുത്തു വന്ന്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയുക, നീ എത്രയോ ഉടഞ്ഞോട്ട്, നീ എത്രയും ബന്ധിക്കപ്പെട്ടോട്ട്, ദൈവം പറയുക, ഇവരെ ഞാൻ ഇവിടുന്ന് പുറത്തിറക്കും. ഞാൻ ഇവരെ ഒരു അനുഗ്രഹം. ഓ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് 2026 ഒരു അനുഗ്രഹമായി തീരണമെന്ന്? അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പാസ്റ്ററേ, ഞങ്ങൾ എങ്ങനെയും ഒന്ന് അനുഗ്രഹിക്കപ്പെടാനാ യോഗത്തിന് വന്നേ.
ഞങ്ങൾ എങ്ങനെയാലും ഒന്ന് അനുഗ്രഹിക്കപ്പെടാനാ യോഗത്തിന് വന്നേ. അമ്മി സ്വത്രം, ഞങ്ങളെ ഒന്ന് അല്ല, നിന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കും. ഈ ദൈവത്തിന്റെ ബൈബിളിൽ ഒരു പദം ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. ഉൽപ്പത്തി പുസ്തകം എടുത്തേ, 12-ാം അധ്യായം എടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. കർത്താവിന്റെ സ്തോത്രം. അതിനകത്തുനിന്ന് നമ്മളൊരു വാക്യം ശ്രദ്ധിക്കാൻ പോവുക. 12-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ ഒടുവിൽ 3 തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറയുന്ന പദം, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിനോട് ദൈവം കുറെ കാര്യങ്ങൾ പറഞ്ഞു. അബ്രഹാമേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇന്ന് നമ്മൾ പ്രവചിക്കാൻ പോവുക. എത്ര പേർക്ക് ഇന്ന് വചനം പ്രവചിക്കാൻ ആഗ്രഹമുണ്ട്? അടുത്തിരിക്കുന്ന ആളെ ഒന്ന് നോക്കി വെച്ച് പറയാം, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോ പ്രവചിച്ചോണ്ട് പോകണം. ഈ ദൂത് ഏറ്റെടുക്കുന്നവന്റെ മേലെ ഒരു മഴ പെയ്യാൻ പോവുക. അതൊരു അനുഗ്രഹകരമാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ പുതുവർഷത്തിലേക്ക് കയറുമ്പം എനിക്ക് കിട്ടിയ വിഷന്റെ ഒരു വീഡിയോ നിങ്ങളെ ഞങ്ങൾ കാണിക്കും. അന്നേരം നിങ്ങൾ കണ്ടോണം എന്തുവാണ് പെയ്യുന്ന മഴ. ജീസസ്, എന്തുവാണ് ആ മഴ പെയ്യുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സ്വതന്ത്ര ഒരു സാധ്യതയില്ലെന്ന് നിന്റെ മനസ്സും പറയുന്നു. പക്ഷെ ദൈവം പറയാം, ഞാൻ പണിയും. എന്നിട്ട് എവിടെ നീ ഉടഞ്ഞോ ആ സ്ഥലത്തു തന്നെ നിന്നെ ഒരു അനുഗ്രഹമാക്കി. എനിക്ക് ബുദ്ധി പ്രസംഗിക്കാൻ അറിയത്തില്ല, ആത്മാവി പ്രസംഗിക്കാൻ അറിയാം. ഞാൻ ഇപ്പോഴും ദൈവത്തിന്റെ ശബ്ദം കണക്റ്റായി കേൾക്കുക. 2026 നീ ഒരു അനുഗ്രഹമായിരിക്കും. ഓ ലോർഡ്, എവിടൊക്കെയോ ചെതറിയതെല്ലാം ഒന്നിക്കാൻ പോവുക. അകന്നു പോയതിനെ ചിലര് പറഞ്ഞില്ലയോ ഗതികേട് മാറത്തില്ലെന്ന്. ഇന്ന് ഞാൻ പ്രവചിക്കുക, ഗതികേട് നിങ്ങളുടെ അകത്തൊരു തീ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തില്. യേശുവിന്റെ സംതിങ് എന്നോട് ദൈവാത്മാ പറയും, എന്തോ നടക്കാൻ പോകുന്നു. എനിക്ക് ആത്മാവിനൊരു കാര്യം മനസ്സിലാകുന്നു. ജീസസ്, ദൈവത്തിന്റെ ജനമേ, നീ ഇപ്പോൾ കിടക്കുന്നത് ബന്ധനത്തിലാണ്. പക്ഷെ നിന്നെ ഇവിടുന്ന് അഴിക്കാൻ പോവാ ഞാൻ. എന്നിട്ട് തകർന്ന യെരൂശലേമിൽ തന്നെ നിന്നെ ഞാൻ കൊണ്ടുചെല്ലും, അതിനെ പുനഃസ്ഥാപിക്കും. ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ വീട് വരെ വിടുതൽ വ്യാപരിക്കട്ടെ. ഒരു മഴയുടെ മുഴക്കം എനിക്ക് ആത്മാവിൽ കേൾക്കാം. യെസ്, ജനമേ, മഴയ്ക്കായി യഹോവയോട് അപേക്ഷിപ്പീൻ. ഓ ലോർഡ്, ഓ അനുഗ്രഹത്തിന് അധിപതിയെ സ്തുതിപ്പാടാം. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? നിങ്ങളെ ഒരു അനുഗ്രഹമാക്കി ദൈവം വെക്കുന്ന ഒരു സീസൺ വരിക. നിങ്ങളെ ദൈവം എന്താക്കാൻ പോവാ? ചിലർക്ക് ചോദിക്കും, നീ എന്താകുമെന്ന് എനിക്കൊന്ന് കാണണം. ദൈവം പറയാ, ആ വാശി എനിക്ക് കൊണ്ടിന്ന്. നിന്നെ എന്താക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. എനിക്കത് പറഞ്ഞില്ല, എൻ്റെ അകത്തുനിന്ന് ആ വീർപ്പ്. നിങ്ങൾ ആരും പോകല്ലേ, പാടാൻ പോവാ ഇവിടെ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അബ്രഹാമിനോട് പറയും, അബ്രഹാമേ, നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കി വെക്കും. വെച്ചാൽ നടക്കുന്ന കാര്യം കേട്ടോണം. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കർത്താവിന് സ്തോത്രം. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ, നിന്നെ ആരേലും അനുഗ്രഹിച്ചാൽ അവനെ ഞാൻ അനുഗ്രഹിക്കാൻ ഇറങ്ങും. ഒരാമയും വരുന്നില്ല. നിന്നെ ആരെങ്കിലും, അടുത്ത വാക്കിലൂടെ വായിച്ചിട്ട് പ്രസംഗിക്കാം. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നെ ആരേലും പ്രാഗിയാൽ
അവനെ പ്രാകാൻ ഞാൻ ഇറങ്ങും. ഒരാമി, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക, നിന്നെ നിന്റെ വീട്ടിൽ ഒരനുഗ്രഹമാക്കി വെക്കും. നിന്നെ നിന്റെ സഭയിൽ ഒരനുഗ്രഹമാക്കി വെക്കും. നിന്നെ നിന്റെ ദേശത്ത്. സ്തോത്രം, സ്തോത്രം. ഞാൻ പാസ്റ്റർ ലാലുവിനെ ഇപ്പൊ അടുത്ത് കിട്ടിയ കനസിച്ചൂടെ അകന്ന് നിൽക്കുവാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കിയപ്പോൾ നിങ്ങളെ കിട്ടി. അതുകൊണ്ട് ചോദിക്കുക, നിങ്ങളെ ഒരനുഗ്രഹമാക്കി വെക്കുമെന്ന് വിശ്വാസമുണ്ടോ? ഉറപ്പാന്നോ? അപ്പൊ ചോദ്യം, വചനം വെച്ച് ലാലുവിനെ അനുഗ്രഹമാക്കി വെച്ചേക്കുവാണെങ്കിൽ എനിക്ക് അനുഗ്രഹിക്കപ്പെടണ ഒറ്റ വഴിയുള്ളൂ, ഞാൻ ലാലുവിനെ അനുഗ്രഹിച്ചാൽ മതി. ബൈബിള് പറയാ, ഞാൻ ലാലുവിനെ അനുഗ്രഹിക്കുമ്പോൾ എന്നെ അനുഗ്രഹിക്കാൻ ദൈവം ഇറങ്ങും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് തമ്മിൽ അനുഗ്രഹിച്ചിട്ടേ പോകാവൂ. ഓ, യേശുവിന്റെ നാമത്തില് എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റൂ? അബ്രഹാമിനോട് പറയൂ, അബ്രഹാമേ, ആരെല്ലാം നിന്നെ ഒതുക്കാൻ വന്നാലും നീ പേടിക്കരുത്, നീ ഒരു അനുഗ്രഹം. ഞാൻ എത്ര കൊല്ലമായിട്ട് അബ്രഹാമിനെ പ്രസംഗിക്കുക. ഈ ദൂത് അങ്ങോട്ട് പ്രാർത്ഥിച്ചിരുന്നപ്പം എൻ്റെ മുറിക്കകത്ത് വന്നുവെച്ച് ദൈവം പറയാം, എൻ്റെ ജനത്തോട് പറ, ജീസസ് കൊതിക്കുന്ന ചിലരെ നിന്റെ ദേശത്ത് ഒരനുഗ്രഹമാക്കി വെക്കും. നിന്റെ ശാപം പൊട്ടത്തില്ലെന്നല്ല പറഞ്ഞ, ഇന്ന് പൊട്ടാൻ പോവുക. ഈ പുതുവർഷത്തിൽ കയറുന്നതിന് മുമ്പ് അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, ലാലു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാ. ഈ വ്യക്തിയെ എന്നെ ദൈവം അനുഗ്രഹിക്കണം. എന്ത് ചെയ്യണം? ഞാൻ ഈ പുള്ളി എന്ത് ചെയ്യണം? എനിക്ക് ശാപം പറഞ്ഞ പുള്ളി അങ്ങ് ശപിച്ചാൽ മതി. ഇനി നിങ്ങൾ ആ ഭാഗങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പം ദൈവം വ്യക്തികളെ അനുഗ്രഹമാക്കി വെക്കും. നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചിത്രം മാറരുത്. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ തുള്ളിച്ചാടും. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം എടുത്തേ, 5-ാമത്തെ വാക്യത്തിലോട്ട് വന്നേ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ തന്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയത് മുതൽ യഹോവ യോസേഫിന്റെ നിമിത്തം, യോസേഫിന്റെ നിമിത്തം, യോസേഫിനെ മാറ്റാം, യഹോവ ലാലുവിന്റെ നിമിത്തം ഇസ്രായേലിന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ പാർത്ത വീടിനെ അനുഗ്രഹിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, പൊത്തിഫറിന്റെ വീട്ടിൽ അനുഗ്രഹം ഇറങ്ങുവാൻ ഇപ്പൊ കാരണക്കാരൻ ഈ വ്യക്തിയാ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണം. എന്ന് പറഞ്ഞാൽ, നിന്നെ ഒരു അനുഗ്രഹമാക്കി വെച്ചാൽ നീ നിമിത്തം നിന്റെ വീട്ടിൽ അനുഗ്രഹം ഉണ്ടാവും. ഓ, നല്ലൊരു ആമീൻ പറഞ്ഞാട്ട്. ഇനി ആ വാക്യം ശ്രദ്ധിക്കുക. യഹോവ യോസഫിന്റെ പോലെ ഇന്ന് വാങ്ങിച്ചോണ്ടേ പോകാവൂ. ഹല്ലേലൂയ. യഹോവ യോസേഫിന്റെ നിമിത്തം മിസ്രൈമിന്റെ വീടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും. എവിടൊക്കെയാ? വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി, ഇല്ല, ഉണ്ടായി വന്നു. ആര് നിമിത്തം? യോസേഫ് നിമിത്തം. കാക്കാശിന് കൊള്ളത്തില്ലെന്ന് വിധി പറഞ്ഞവനെ തമ്പുരാൻ ഒരു അനുഗ്രഹമാക്കി അങ്ങ് വെച്ചു. ഇപ്പൊ അവൻ നിമിത്തം അവൻ വീട്ടിൽ കയറിയപ്പോ മുതൽ പൊത്തിഫറിന്റെ വീട്ടിൽ നന്മ, വയലിൻ നന്മ, വീട്ടിൽ നന്മ, സകലത്തിലും നന്മ. അപ്പൊ ചോദ്യം, അന്നേരം ആ പുള്ളിക്കാരത്തി എഴുന്നേറ്റല്ലോ. പല പുള്ളിക്കാരത്തി എഴുന്നേക്കും. കാരണം ഇവൻ അനുഗ്രഹത്തിന്റെ കലവറയാ. നിന്നെ എത്ര ബന്ധിച്ചാലും ബന്ധിക്കാൻ വരുന്നവൻ ബന്ധിക്കപ്പെടുക അല്ലാതെ നീ ബന്ധിക്കപ്പെടുകയല്ല. എന്റെ ജനമേ, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കും. ഞായറാഴ്ച ഈ ദൂതെ പ്രസംഗിക്കൂ. കാരണം ഇത് എനിക്ക് എൻ്റെ ഉള്ളിൽ വെളിപ്പെട്ട ദൂതിൻ്റെ ഒരു ഭാഗം പോലും ആയില്ല. അപ്പൊ മനസ്സുകൊണ്ടൊന്ന് പറഞ്ഞേ, ദൈവം എന്നെ ഒരു അനുഗ്രഹമാക്കി വെക്കാൻ പോവാ.
നിങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒന്നും കാണാനില്ല, പക്ഷെ എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നുണ്ട്. ഓ, രാമീൻ പറഞ്ഞാട്ട് ശത്രു ഭയങ്കരമായിട്ട് കരുതുള്ളുക, അവിടെ കടന്ന് തുള്ളട്ടെ. അതൊന്നും നീ പേടിക്കണ്ട. നിന്നെ ഉടയ്ക്കാവുന്ന അത്ര ഉടച്ചാലും ദൈവം പറയാ, അവിടുന്ന് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഇനി നമുക്ക് ഈ ഭാഗത്തോട്ട് വരാം. കുശവന്റെ കയ്യിൽ പാത്രം ഉടഞ്ഞുപോയി. ഈ ഉടഞ്ഞ പാത്രത്തെ കുശവൻ പറയുക, ഇതിനെ തന്നെ ഞാൻ മറ്റൊരു പാത്രമാക്കും. ജീസസ് ഈ ലാലു പ്രസംഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ലാലു പണ്ട് കരോട്ടയായിരുന്നില്ലയോ? ഭയങ്കര കരോട്ടക്കാരനായിരുന്നു. അപ്പൊ പുള്ളി വിചാരിച്ചു കരോട്ട ബ്ലാക്ക് ബെൽറ്റ് കൊണ്ട് പുള്ളി ഒരു പ്രസിദ്ധനാന്ന് വിചാരിച്ചപ്പോൾ തമ്പുരാൻ ആ പാത്രം അങ്ങ് ഉടച്ചു. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ നേരെ അമേരിക്കയിൽ പോയി പഠിച്ചു. ഇല്ലയോ? അമേരിക്ക പഠിച്ചില്ലയോ? അമേരിക്ക കൂടാന്ന് വിചാരിച്ചപ്പോൾ ആ പാത്രത്തിന്റെ വക്കും ദൈവം അങ്ങ് ഉടച്ചു. എന്നിട്ട് പുള്ളി എന്തോ ചെയ്തെന്നറിയാമോ? നാട്ടിൽ കൊണ്ടുവന്ന് ഒരു നല്ല, ഇപ്പോഴും പുള്ളിയുടെ ഷേപ്പ് എന്തുവാന്ന് വന്നിട്ടില്ല. പക്ഷെ ദൈവം പറയാ, ഞാൻ പണിതാൽ എന്റെ പ്ലാൻ പ്രകാരം പണിയും. ഈ കുടത്തിന്റെ പണി പറയാനായി ഇദ്ദേഹത്തെ എക്സാമ്പിളായിട്ട് എടുത്തേ. ഇപ്പൊ വലത്ത് കൈക്ക് കിട്ടിയോണ്ട് എടുത്തതാ. കർത്താവിന് സ്വന്തം. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പം നീ എത്ര ഉടഞ്ഞാലും ആര് പണി? ഒന്ന് പറ. ദൈവം പണി. ഇനി പറയുന്നത്, നിന്നെ ഒരു അനുഗ്രഹമാക്കി വെച്ചിട്ട് ഇനിയും ആകെ 13 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പുതുവർഷത്തിലോട്ട് കയറി കഴിഞ്ഞാൽ കർത്താവ് ഇതിന് ആമീൻ പറയാൻ പോവാ. ദൈവത്തിന് സ്വന്തം. എന്നിട്ട് ദൈവം പറയുകയാണ്, അനുഗ്രഹമാക്കി വെക്കുമെന്ന് ഞാൻ പ്രസംഗിക്കും. 3-4 വാക്യം എടുത്ത് പ്രസംഗിക്കണം. അത് ഞാൻ വേറെ ദിവസം അടുത്ത ആഴ്ച തന്നെ പ്രസംഗിക്കാം. ഇപ്പൊ അടുത്ത ദൂതിലോട്ട് വരാം. ഞാൻ നിങ്ങളുടെ മേലൊരു മഴ പെയ്യിക്കും. ഞാൻ നിങ്ങളുടെ മേൽ എന്തുവാ? അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറയാം, നിങ്ങളുടെ മേലൊരു മഴ പെയ്യിക്കും. ഒന്ന് പറഞ്ഞ നിങ്ങളുടെ മേലൊരു മഴ. അപ്പൊ എത്ര പേര് അതിന് ആമീൻ പറയും? സെക്കരിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ, യഹോവയോട് മഴയ്ക്കായി അപേക്ഷിപ്പീൻ. യഹോവയോട് എന്തിനാ? മഴയ്ക്കായി. അപ്പൊ മഴ പെയ്യാൻ പ്രാർത്ഥന വേണം. ഇപ്പൊ നിന്നെ അനുഗ്രഹമാക്കി വെച്ചു. ഇനിയും നിന്റെ പേരൊരു മഴ പെയ്യാൻ പോവാ. ആ മഴയുടെ പേര് ബൈബിള് പറയുക, അത് അനുഗ്രഹകരമാ. ഓ, യേശുവിന്റെ നാമത്തിൽ. അതെന്തോ മഴയായിരിക്കും? അനുഗ്രഹകരമായ മഴ. ചിലരോട് ദൂത് പറയാ, 2026 മുഴുവൻ നിന്റെ കുടുംബത്തിൽ നിന്ന് പെയ്യണമത്. ഇടിച്ചു കുത്തി പെയ്യ. മനസ്സിലായി വരുന്നുണ്ടോ? ഏലിയാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അടഞ്ഞ ആകാശത്തെ പ്രാർത്ഥിച്ച് ഞാൻ തുറക്കും. പൂട്ടിയിട്ട നിങ്ങൾക്ക് വല്ല മനസ്സിലായി വരുന്നുണ്ടോ? ജനമേ, മഴയ്ക്കായി പ്രാർത്ഥിക്ക. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നു. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം പറയുക, ആഹാബിനോട് പറയുക, വലിയ മഴയുടെ മുഴക്കം ഉണ്ട്. ആഹാബ് ചോദിക്കുക, എവിടാ കേട്ടെ? ഉത്തരം, നിനക്ക് കേൾക്കാൻ പറ്റുകയില്ല, പക്ഷെ എനിക്ക് കേൾക്കാം. അല്പ ദിവസം കഴിഞ്ഞ് പെയ്യാൻ പോകുന്ന മഴയുടെ മുഴക്കം പ്രാർത്ഥിക്കുന്നവന് കേൾക്കാം. ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ 2026 ജനുവരി തൊട്ട് നിന്റെ സാഹചര്യങ്ങൾ ഇന്നിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരു മഴ പെയ്യണം. ശ്രദ്ധിച്ച, എല്ലാ മഴയല്ല, ഇന്ന് പെയ്യുന്ന മഴയ്ക്ക് ദൈവം ഒരു പേരിട്ടിട്ടുണ്ട്, അനുഗ്രഹകരമായ മഴ. എന്തുവാണ് എന്ന് പറഞ്ഞാൽ, ഈ മഴയ്ക്കകത്ത് നിനക്കൊരു അനുഗ്രഹം ഉണ്ട്. നിന്റെ സന്തതി എന്ന് പറഞ്ഞ ഈ ബൈബിൾ നിങ്ങൾ പഠിക്കണം. ഇനി അത് പറയാൻ പോയാൽ എങ്ങും എത്താൻ പറ്റത്തില്ല. എന്നാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എഴുന്നേക്കും. കാര്യം ഇനിയും സ്വതന്ത്രം കറക്റ്റ് 10 മിനിറ്റേ ഉള്ളൂ. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. ഈ ഉണങ്ങിക്കിടക്കുന്ന പ്രതലത്തിൽ
ഒരു മഴ പെയ്യുമ്പോൾ അറിയാം ഈ മണ്ണിനകത്ത് വല്ലതും ഉണ്ടോന്ന്. ഈ മണ്ണ് കുറെ നാൾ കൊണ്ട് ഇങ്ങനെ ഉണങ്ങി കിടക്കുക. ഈ ഉണങ്ങി കിടക്കുന്ന മണ്ണിനകത്ത് നിന്നായി പാട്ടൊക്കെ വരുന്നേ, മനസ്സിലായോ? ഈ മണ്ണ് പറയുന്നേ, എടാ നമ്മളെല്ലാം മണ്ണാ, നീ വജ്രം അംഗീകരിച്ചാന്നോ ഇരിക്കുന്നേ? മണ്ണാന്ന് അറിയത്തില്ലയോ? ആകെ അല്പ നേരം മാത്രം ഒന്ന് പാടി കൊണ്ടുപോയച്ചേ, മനസ്സിലായോ? ഇപ്പം വല്ല ലൂയിസ് ഫിലിപ്പിന്റെ ഉടുപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെ ഇട്ടോണം, പിടികിട്ടിയോ? വല്ല പോച്ചമ്പുള്ളിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെ ഉടുത്തോണം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. കാരണം എന്നാ, ചാവുമ്പം നിനക്ക് 110 രൂപയുടെ ഒരു വെള്ള പതപ്പം തന്ന കുട്ടിക്കുറായുടെ പൗഡറും പെർഫ്യൂം തന്നങ്ങ് വിടുക. പിന്നെ കുറച്ച് പൂവും ഒക്കെ കുറച്ച് കച്ചിയും പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പൂവും ഉണങ്ങുന്ന എല്ലാം കൂടെ വെച്ചിട്ട് നിനക്ക് 2 ചുമ്മനും കുറച്ച് സാമ്പ്രാണി കത്തിച്ച് പുകച്ചങ്ങ് വിടുക. പൊക്കോണമെന്നാ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മണ്ണാ, നീയും ഞാനും മണ്ണാ. ഈ മണ്ണിനകത്തുനിന്നാ പാട്ട് വരുന്നേ. പക്ഷെ ദൈവം പറയാ, ഈ മണ്ണിനകത്ത് ഞാനൊരു മഴ പെയ്യിക്കാം. അന്നേരം ഈ വേടിന്റെ വിത്തുവല്ലോ ഈ മണ്ണിനകത്ത് ഉണ്ടെങ്കിൽ ഇനി എന്നെ നോക്ക, 2 പദം പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അയ്യോ പോവല്ലേ, മണ്ണ് പോവല്ലേ, ഇങ്ങോട്ട് നോക്ക. ഈ മണ്ണിനകത്ത് വിത്ത് ഒത്തിരി കിടപ്പുണ്ട്, ഇല്ലയോ? ഇല്ലയോ? ഈ നിങ്ങൾക്കറിയോ, ഓരോരുത്തര് പ്രസംഗിക്കുന്ന ദൂത് നമ്മൾ ഇവിടുന്ന് പോകുമ്പം പോവും. പക്ഷെ വേറൊരു ദൂത് പറയുമ്പോൾ ഇതെല്ലാം നമ്മുടെ അകത്ത് തിളച്ച് കയറി. ഈ മണ്ണിലുണ്ട് ഇതെല്ലാം, പിടികിട്ടിയോ? അപ്പം നിങ്ങൾ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ പിന്നെ 21 ഇരിക്കണോ കിളിക്കാൻ? പറ കർത്താവേ, പോരാട്ടങ്ങൾ പൊട്ടി ഈ മണ്ണിനകത്ത് കിടക്കുന്ന വിത്തെല്ലാം കിളിക്കണമെന്ന് പ്രാർത്ഥിക്കണോ? വേണ്ട. മണ്ണിനകത്ത് പെയ്താൽ ആരുടെ അനുവേദം വേണ്ട, വിത്ത് കിളിച്ചിരിക്കും. ഓ യേശുവിന്റെ നാമത്തില്, ഓ യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്. ഓ ഇന്ന് പ്രാർത്ഥിച്ച് യഹോവയോട് മഴയ്ക്കായി അപേക്ഷിച്ച്. ഓ യേശുവിന്റെ നാമത്തില്. ഒരു കൃഷിക്കാരൻ മഴയ്ക്കായി ദീർഘക്ഷമയോടിരിക്കുന്ന പോലെ നീ മഴയ്ക്കായി കാത്തിരിക്ക. എന്നെ ശ്രദ്ധിച്ചിരിക്കണം. ആയിരക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗത്തിരിപ്പുണ്ട്. നീ ജനുവരി സാക്ഷി പറയും, ജനുവരി പറയും, ഫെബ്രുവരി പറയും, മാർച്ചിൽ പറയും, കൈതാടാ മോനെ, ഏപ്രിൽ പറയും, മെയ് പറയും, അടുത്തിരിക്കുന്ന ആൾ പറയും, ജൂണിൽ പറയും. എന്നെ നോക്കൂ, ജൂലൈ പറയും, ലൈവിൽ കാണുന്നവരോട് സെപ്റ്റംബറിൽ പറയും, മോളെ ഒക്ടോബറിൽ പറയും, കുഞ്ഞ് നവംബറിൽ പറയും, ഡിസംബറിൽ പറയും. എന്തോ പറയും മണ്ണിനകത്തുനിന്ന്. അന്നേരം നീ പറയും ഈ മഴയുടെ പേര്, ഈ മഴയുടെ പേര്, ഈ മഴയുടെ പേര്. ഓ എന്റെ കാതില ശബ്ദം അടിക്കുക, എന്റെ കാതില ശബ്ദം അടിക്കുക. നിന്റെ രക്തബന്ധങ്ങൾ നിന്നിച്ച മണ്ണില്, നിന്നെ മോശക്കാരനാക്കിയ മണ്ണില്. ഓ ഹല്ലേലൂയ. എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ജീസസ്, ഹല്ലേലൂയ. ഇന്ന് വലിയ കാര്യം നടക്കാൻ പോവാ. വന്നേ തീർന്നില്ല, അബദ്ധമായോ വന്നേ? നോക്കിയേ, ഈ മണ്ണിനകത്ത് എന്താ കിടപ്പുണ്ട്? വിത്ത്. എന്താ കിടപ്പുണ്ട്? വിത്ത്. വിജയഞ്ജലി പറഞ്ഞ കിടപ്പുണ്ട്, അനി ജോർജ് പറഞ്ഞ കിടപ്പുണ്ട്, ജോഷി പറഞ്ഞ ഇവിടെ വന്നവര് മുഴുവൻ പറഞ്ഞ സാധനം എവിടെ ഉണ്ട്? നീ മറന്നുപോയെന്നാ പറഞ്ഞത്. ഇന്നലെ പറഞ്ഞ ഓർക്കുന്നത്, പക്ഷെ സമയത്ത് നീ ഓർക്കും. സമയത്ത് അർദ്ധരാത്രി ഉറങ്ങുമ്പോ നീ അതിന്റെ കാര്യമുണ്ട്. വിത്ത് കിടക്കുക. ഇനി ഈ വിത്ത് കിളിക്കണേ എന്തോ ചെയ്യണം? ഒരു മഴ പെയ്യണം. എന്തോ പെയ്യണം? ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. കിളിർക്കത്തില്ലെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നിന്നെ കിളിർപ്പി